ലോകം ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങുന്ന പ്രൊട്ടക്ഷനിസം, അതായത് സംരക്ഷണവാദം ഉന്നയിക്കുമ്പോൾ ഇത് മുന്നറിയിപ്പായി മുമ്പ് നൽകിയ നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ലോകം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. മറ്റാരെക്കുറിച്ചുമില്ല, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ വാക്കുകളാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെയും ഭരണ നൈപുണ്യത്തെയും വാനോളം പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ജർമ്മൻ ചാൻസലറായ ആംഗല മെർക്കൽ. ന്യൂഡൽഹിയിൽ നടന്ന ഒന്നാമത് ഡോക്ടർ മൻമോഹൻ സിംഗ് സ്മാരക പ്രഭാഷണത്തിലാണ് മെർക്കൽ തന്റെ പഴയ സുഹൃത്തിനെ അനുസ്മരിച്ചത്. ആംഗല മെർക്കലിന്റെ വാക്കിൽ അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, ലോകത്തിന് ശരിയായ ദിശ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഏർപ്പെടുത്തുന്ന വ്യാപാര നിയന്ത്രണങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള അകൽച്ചയും ലോകക്രമത്തെ തന്നെ തകിടം മറിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മൻമോഹൻ സിംഗ് വിശ്വസിച്ചിരുന്ന മൾട്ടിലാറ്ററലിസം അഥവാ ബഹുരാഷ്ട്ര സഹകരണം എത്രത്തോളം പ്രധാനമാണെന്ന് മെർക്കൽ ഓർമ്മിപ്പിക്കുന്നു. ഒരാൾക്കും ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്തതാണ് ഇന്നത്തെ ആഗോള പ്രശ്നങ്ങളെന്ന് അവർ അടിവരയിടുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറ പാകിയത് 1991 മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പല പദ്ധതികളും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവുമാണെന്ന് ആംഗല മെർക്കൽ അടിവരയിട്ട് പറയുന്നു. കഴിഞ്ഞ 30 വർഷമായി ഇന്ത്യ കൈവരിച്ച തടസ്സമില്ലാത്ത സാമ്പത്തിക പുരോഗതിക്ക് അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവമില്ലാത്ത എന്നാൽ സ്വാഭാവികമായ അധികാരശക്തി പ്രകടിപ്പിച്ചിരുന്ന അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്നും അവർ വിശേഷിപ്പിച്ചു. ഈ പ്രസംഗത്തിൽ മെർക്കൽ ഉന്നയിച്ച മറ്റൊരു കാര്യമാണ് ജനാധിപത്യത്തെക്കുറിച്ച്. 2005 US മൻമോഹൻ സിംഗ് നടത്തിയ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രസംഗത്തെക്കുറിച്ച് അവർ ഓർമ്മിപ്പിച്ചു. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പരീക്ഷണം ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നതിലല്ല, അത് താഴെത്തട്ടിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം, സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവയെല്ലാം ഉയർത്തുന്ന ഭീഷണികൾ എന്നിവയെല്ലാം ജനാധിപത്യത്തെ തളർത്തുന്ന കാലമാണിത്. ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ മൻമോഹൻ സിംഗിന്റെ ആശയങ്ങൾ ലോകത്തിന് ഇന്നും വഴികാട്ടുന്നു. ചുരുക്കത്തിൽ ലോകാക്രമം ആടി ഉലയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് മൻമോഹൻ സിംഗിനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള നേതാക്കളെയാണ്. വിദ്വേഷത്തിനും വിഭജനത്തിനും വഴി കൊടുക്കാതെ നിയമവ്യവസ്ഥയിലും സഹകരണത്തിലും അധിഷ്ഠിതമായ ഒരു ലോകത്തിനെ നാം നിലകൊള്ളണം എന്നതാണ് മെർക്കൽ നൽകുന്ന സന്ദേശം. ഭരിച്ചിരുന്ന കാലത്ത് പോലും അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളെ സ്വമേധയാ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതിനെല്ലാം അദ്ദേഹം മറുപടിയും നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. അതുപോലെ അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു അദ്ദേഹം.